അനധികൃത സ്വത്തു സമ്പാദന കേസിൽ രാജിവെക്കില്ലെന്ന് വ്യക്തമാക്കി കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ കെ.എം. എബ്രഹാം അനധികൃതമായി സ്വത്തു സമ്പാദിച്ചു എന്നാണ് പരാതി. ജീവനക്കാർക്ക് അയച്ച വിഷു സന്ദേശത്തിലാണ് കെ.എം. എബ്രഹാമിന്റെ പ്രഖ്യാപനം. അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിലാണ് മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാമിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൊല്ലം കടപ്പാക്കടയിലെ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. മുംബൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അപ്പാർട്ട്മെന്റ് വാങ്ങിയതിലും അഴിമതി ഉണ്ടായിരുന്നു എന്നായിരുന്നു ആരോപണം. കേസ് അന്വേഷിച്ച വിജിലൻസ് എബ്രഹാമിനെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു. പിന്നാലെയായിരുന്നു CBI അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവ്. അതേസമയം കിഫ്ബി CEO സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ലെന്ന് കെ.എം. എബ്രഹാം വ്യക്തമാക്കി. കിഫ്ബി ഉദ്യോഗസ്ഥർക്കുള്ള വിഷുദിന സന്ദേശത്തിലായിരുന്നു എബ്രഹാമിന്റെ പ്രതികരണം. പദവിയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും കെ.എം. എബ്രഹാം പറഞ്ഞു. ഹർജിക്കാരനെതിരെയും കടുത്ത ആരോപണമാണ് കെ.എം. എബ്രഹാം ഉന്നയിച്ചത്. ഹർജിക്കാരന് തന്നോട് ശത്രുതയാണെന്നും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ധനസെക്രട്ടറി ആയിരിക്കെ ഹർജിക്കാരൻ PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയെന്നും കെ.എം. എബ്രഹാം സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. അന്നത്തെ സംഭവത്തിൽ ഹർജിക്കാരനെതിരെ പിഴ ചുമത്തിയതാണ് തന്നോടുള്ള വൈരാഗ്യത്തിന് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ വിജിലൻസ് മേധാവിയായ ജേക്കബ് തോമസിനെതിരെയും സന്ദേശത്തിൽ ആരോപണമുണ്ട്. ഹർജിക്കാരനൊപ്പം ജേക്കബ് തോമസും കൂടിച്ചേർന്ന് നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്നും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള പരാതിയെന്നും കെ.എം. എബ്രഹാം സന്ദേശത്തിൽ പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.